അച്ഛാ എന്തുറക്കാന്നിത്? ആ പേഴ്സ് അതാ താഴെ വീണിട്ട്. പേഴ്സ് താഴെ വീണോ? അയ്യോ ഓടി വായോ. അയ്യോ അച്ഛാ, അതൊന്ന് അപ്പുറത്ത് വീട്ടിൽ നിന്ന് അടിയും ബഹളും കേൾക്കുന്നുണ്ടല്ലോ. അന്ന് സംഭവം. ഓ, അവനാ. അവൻ കള്ളും കുടിച്ചു വന്ന് ഭാര്യയെ തല്ലുന്നുണ്ടാവും. കള്ളും കുടിച്ചു വന്നിട്ട് ഭാര്യനെ തല്ലുന്ന അതാരപ്പത്? എനക്കൊന്ന് കാണണല്ലോ അവനാ. എടാ, നീ വേണ്ടാതെ പണിക്കൊന്നും നിൽക്കണ്ട. എന്ത് നോക്കണ്ടെന്നാ ഈ പറയുന്ന? അയൽപക്കത്തൊരു അടിപൊളി ഉണ്ടാകുമ്പോൾ പോയി നോക്കണ്ടേ? അച്ഛൻ എന്താ അച്ഛനാണ്? ഓൻ്റെ കാശും കൊടുത്തിട്ട് കള്ളും കുടിച്ച് വന്ന് ഭാര്യയെ തല്ലുന്നു. അതിന് നിനക്കെന്താ? അത് ശരി, കള്ളും കുടിച്ചിട്ട് ഭാര്യനെ തല്ലാൻ ഈ നാട്ടിൽ അങ്ങനെ ഒരു ലൈസൻസ് ഇല്ലല്ലോ, അങ്ങനെ ഒരു നിയമമില്ലല്ലോ. അപ്പം എന്നെ പോലെയുള്ള ആൾക്കാർ അത് ചോദ്യം ചെയ്യും. എന്താ നിങ്ങൾക്ക് സംശയം? പ്രത്യേകിച്ച് സ്ത്രീകളെ തല്ലാൻ പാടില്ല. നീ പറഞ്ഞാൽ കേൾക്കൂല അല്ലടാ. അച്ഛാടെ അടിപിടിക്ക് ശേഷം ഇപ്പം ഭയങ്കര നിശബ്ദതയാണ്. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണ്ടേ? ഒന്ന് പോയി നോക്കണ്ടേ അച്ഛാ, പോയി നോക്കണ്ടേ? നീ വീട്ടിലേക്ക് പോടാ. ഓനോൻ്റെ ഭാര്യനെ തച്ച് കൊന്നോന്ന് അറിയില്ലല്ലോ, ഒന്ന് പോയി നോക്കണ്ടേ? ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അച്ഛൻ വരുന്നെങ്കിൽ വാ, ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, ഇവനെ കൊണ്ട് പറഞ്ഞാലും മനസ്സിലാവൂല. അയാളെ ഭാര്യനെ തല്ലുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. പോകുന്നുണ്ടെങ്കിൽ വെറും കൈയോടെ പോണ്ട. നീ പോകുമ്പോൾ ഒരു വടി എടുത്തിട്ട് പോ, അല്ലേ ഓൻ നിന്നെ തിരിച്ചു തല്ലു. വടിയൊന്നും വേണ്ടാന്ന്, എന്നാലും ഒരു വടി എടുക്കാം. എന്നെ കാണുമ്പോൾ തന്നെ ഓൻ പേടിച്ച് തൂറും. ഭീരുവാവൻ. വടി ഇവിടെ കാണുമല്ലോ, ആവശ്യത്തിന് ഒരു വടിയും കാണൂല. എന്താ ചെയ്യുക? ഇത് മതി, ഇതാ ഈ വടി മതി. അവനെ ഞാനിന്ന് തച്ച് പല്ല്. നീ ഒന്ന് അവിടെ നിന്ന് ഈ ചെറിയ വടിയൊന്നും എടുത്തിട്ട് പോയാൽ ഓൻ നിന്നെ പേടിക്കൂല. അച്ഛാ, കള്ളു കുടിച്ചവനാന്ന്. ഞാനിതുകൊണ്ട് അടിച്ചാൽ തന്നെ അവൻ വീഴും, മനസ്സിലായോ? ഈ ഒരു വടി മതി. പണ്ട് ഞാൻ ഓനെ പിടിച്ചു വെക്കാൻ പോയതാ. ഓൻ്റെ ഒരു അടി കൊണ്ട് ഞാൻ നിലത്ത് വീണതാ. ശരി, അവൻ സ്വന്തം ഭാര്യനെ മാത്രമല്ല നാട്ടുകാരെയും തച്ചിട്ടുണ്ടല്ലേ. ഞാൻ പലിശ അടക്കം ഈ അടി തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വരും. നീ എന്നാ ചെല്ല് നമുക്ക് കാണാം. അവൻ എങ്ങനെയാ ഭാര്യനെ തല്ലുന്നത് എനിക്കൊന്ന് കാണും. ശരി നീ പോയിട്ട് വാ, നിന്റെ സൂക്കേട് തീരട്ട്. അവൻ്റെ ഭാര്യനെ തല്ലുന്നത് എങ്ങനെയാ നിനക്കൊന്ന് കാണണം. പിള്ളന്മാർ നേരെ പറഞ്ഞ വഴിയൊന്നല്ല പോകുന്നത്. പോയ വഴി പോയില്ലെങ്കിൽ പിന്നെ തെളിച്ച വഴി പോട്ട്. പിന്നെ എന്തായി, മക്കളായി പോയില്ലേ? എടാ, ഓനെന്താ കുഴപ്പമാക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണേ. ഓരോരു പുലിവാല്. അയ്യോ കള്ളു കുടിയന്മാർ തമ്മിൽ അടിയിടുന്നെടുത്ത് പിടിച്ചു നിൽക്കാൻ പോകുന്നത് മണ്ടത്തരാ. അയ്യോ എൻ്റെ കാല്. അച്ഛൻ അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. ആ വാക്ക് കേട്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു. അച്ഛാ, എൻ്റെ കാല് തച്ച് പൊളിച്ച് എൻ്റെ കാല്. എൻ്റെ അമ്മ, അച്ഛാ. എന്താണ് അച്ഛാ? ഒന്നുമില്ല അച്ഛാ, അച്ഛനുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ അച്ഛാ. എന്തോ പന്തി കേടുണ്ടല്ലോ നിന്റെ വിളിയിൽ. ഒരു പന്തി കേടുമില്ല അച്ഛാ, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കൂലൂ. അയൽപക്കക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കിയതാ. എന്നാലും ഓൻ എന്ത് തല്ല എൻ്റെ കാലിന് തച്ചത്. കാലിനെന്ത് പറ്റിയടാ? കള്ളുകൂടിയ ഭാര്യനെ തല്ലുന്നതിനിടയിൽ ഒരു വടിയെടുത്ത് എൻ്റെ കാലിന് നന്നായിട്ട് തച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോണ്ടാന്ന്, പിന്നെ എന്തിനാ നീ പോയത്? അടുത്ത മാസം ഞാൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവരൂല. അപ്പോൾ പിന്നെ കള്ളു കുടിച്ച് എങ്ങനെയാണ് ഭാര്യനെ തല്ലുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി പോയതാ. ഭാര്യയെ തല്ലുന്നത് കണ്ടുപഠിക്കാനാ? അതല്ല, കുടിച്ച കിക്കായിട്ട് ഭാര്യനെ തല്ലാൻ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാ. ഒരു കാര്യം ചെയ്യ്, ബീവറേജിൽ പോയിട്ടൊരു കുപ്പി വാങ്ങിക്കൊണ്ട. നീ ഭാര്യയെ തല്ലുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ ബീവറേജിൽ പോയിട്ട് അച്ഛന് കുപ്പി വാങ്ങി തരണോ? എന്നിട്ട് ബീവറേജിൽ നീ കൊണ്ടുവന്ന സാധനം അടിച്ച് ഞാൻ കിക്കാവും. എന്നിട്ട് നിന്റെ അമ്മേനാ എൻ്റെ ഭാര്യയെ ഞാൻ തല്ലും. അച്ഛാ, അത് വേണോ? അത് കണ്ട് നിനക്ക് പഠിക്കാം എങ്ങനെയാണ് ഭാര്യയെ തല്ലുന്നത്. അച്ഛാ, ശവത്തെ കുത്തരുത് അച്ഛാ. വീട്ടിൽ നല്ല കുഴമ്പുണ്ട്, അത് വേണ്ടിക്ക് തടിയിക്കോ. തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ആ കുഴമ്പ് തേച്ച് നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിച്ചാലേ വേദനയൊക്കെ മാറും. അയ്യോ.